നമസ്കാരം. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്ന മഹാശക്തിയാണ് വരാഹിദേവി. നമ്മൾ ആരാധിക്കുന്ന ഒരു ദൈവ ചൈതന്യമാണ് ദേവി. നമ്മുടെ ആഗ്രഹം എന്തായാലും ആ ആഗ്രഹം വളരെ പെട്ടെന്ന് സാധിച്ചു തരുന്നതിനും കൂടെ അളവിലധികം സമ്പത്ത് നേടിയെടുക്കുന്നതിനും വേണ്ടി മാത്രമല്ല, ദേവി സാന്നിധ്യം എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാകാനും സർവശത്രുക്കളിൽ നിന്നും രക്ഷയ്ക്കും വേണ്ടി ജപിക്കുന്ന ഒരു അതിവിശിഷ്ടമായ മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ മന്ത്രത്തിന് മറ്റൊരു സവിശേഷത എന്തെന്നാൽ, വരാഹി ദേവിക്ക് നമ്മൾ പറയണം എത്ര ദിവസത്തിനുള്ളിൽ നമ്മുടെ ആഗ്രഹം അമ്മ സാധിച്ചു തരണമെന്ന്. നമ്മൾ അമ്മയോട് ഒരു അവധി വെച്ച് പ്രാർത്ഥിക്കേണ്ട മന്ത്രമാണിത്. നമ്മൾ അപേക്ഷിക്കുന്ന സമയത്തിനുള്ളിൽ ദേവി ആഗ്രഹം സാധിച്ചു തരുന്നതാണ്. അത് 100% ഉറപ്പാണ്. അത്ഭുത ഫലം നൽകുന്ന കൂർമ്മവരാഹി മന്ത്രമാണിത്. വരാഹി ദേവി തൻ്റെ ഭക്തരിൽ മാതൃവാത്സല്യം കാട്ടുന്ന ദൈവചൈതന്യമാണ്. മനുഷ്യൻ്റെ ഉടലും മൃഗത്തിൻ്റെ തലയും ആയിരിക്കുന്ന അമ്മയ്ക്ക് മനുഷ്യരോട് ഒരു പ്രത്യേക അനുകമ്പയാണുള്ളത്. തൻ്റെ ഭക്തൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അമ്മ പെട്ടെന്ന് തന്നെ സാധിച്ചു കൊടുക്കുന്നതാണ്. അമ്മയിൽ വിശ്വാസമർപ്പിച്ച് ഭക്തിയോടുകൂടി പ്രശ്നങ്ങൾ പറഞ്ഞാൽ തീർച്ചയായും അമ്മ അത് നേടിത്തരുന്നതാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് വരുന്ന എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒരു കാവലായി, ഒരു സംരക്ഷണ കവചമായി അമ്മ നമ്മളെ സംരക്ഷിക്കുന്നതാണ്. ശത്രുക്കളില്ലാത്ത മനുഷ്യരില്ല എന്നാണ്. മിത്രങ്ങളായി നടിച്ച് മറഞ്ഞിരുന്ന് ശത്രുക്കൾ ചെയ്യുന്ന ദോഷകർമ്മങ്ങളിൽ നിന്നും ദേവി നമ്മളെ സംരക്ഷിച്ച് എല്ലാം തട്ടിമാറ്റി നന്മയിലേക്ക് നയിക്കുമെന്നാണ്. വരാഹമൂർത്തിയുടെ മുഖത്താലും നീലവർണ്ണങ്ങളാലും ശോഭയാർന്നതാണ് വരാഹി ദേവി. ജനുവിനായ തൻ്റെ ഭക്തരുടെ മനസ്സ് നന്നായി അറിയുന്നവളും തൻ്റെ ഭക്തനെ ദ്രോഹിക്കുന്നവരെ നിഗ്രഹിക്കുന്നവളുമാണ് വരാഹി ദേവി. അപരാജിത എന്ന നാമത്തിൽ കൂടി അറിയപ്പെടുന്ന ദേവിയെ സദാ മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് ഒരിക്കലും പരാജയം എന്ന ഒന്ന് ജീവിതത്തിൽ ഉണ്ടാവുകയേയില്ല. നിങ്ങൾക്ക് ദേവിയെ ആരാധിക്കാനും പൂജിക്കാനും ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിലൂടെ എല്ലാ പ്രശ്നങ്ങളും ദേവി തന്നെ പരിഹരിച്ച് തരുന്നതാണ്. തൻ്റെ ഭക്തനെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിലേക്കാക്കാൻ ദേവി ഇഷ്ടപ്പെടുന്നതല്ല. ജനുവിനായിട്ട് ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചാൽ ദേവി അത് എത്ര കഠിനമായ പ്രശ്നമായാലും പരിഹരിച്ച് തരുന്നതാണ്. ശരീരശുദ്ധി, മനഃശുദ്ധി, ദേവിയിൽ നമ്മൾക്കുള്ള വിശ്വാസം, ഇവ മൂന്നും മതി. ദേവി നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. പൂർണ്ണ വിശ്വാസത്തോടു കൂടി ദേവിയെ പ്രാർത്ഥിച്ചാൽ നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ സർവ്വ പ്രശ്നങ്ങളും കണ്ടറിഞ്ഞ് ദേവി പോംവഴി ഉണ്ടാക്കി തരുന്നതാണ്. നമ്മൾക്ക് സാമ്പത്തികപരമായിട്ടായാലും മാനസികപരമായിട്ടായാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാ പരിഹാരവും ദേവി കണ്ടെത്തി തരുന്നതാണ്. അതിനുള്ള വഴി ദേവി ഉണ്ടാക്കി തരും. അത് നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. രാത്രി ദേവത എന്ന നാമത്തിൽ കൂടി അറിയപ്പെടുന്ന ദേവിയുടെ ശക്തി ഇരട്ടിക്കുന്നത് ഇരുട്ട് വീണതിന് ശേഷമാണ്, രാത്രിയാണ്. ഈ സമയത്ത് ദേവിയെ പ്രാർത്ഥിച്ചാൽ ഫലം ഇരട്ടിക്കും എന്നാണ്. ദേവിയെ ആരാധിക്കാനും പ്രാർത്ഥിക്കുവാനും വളരെ എളുപ്പമാണ്. ഒരു മൺചിരാത് തെളിച്ചു വെച്ചിട്ട് ദേവിയെ വിളിച്ചാൽ മതി. ദേവി നമ്മളിൽ പ്രസാദിക്കുന്നതാണ്. രാത്രി 7 മണിക്ക് ശേഷമാണ് അമ്മയുടെ അതിവിശിഷ്ടമായ ഈ കൂർമ്മവരാഹി മന്ത്രം ചൊല്ലേണ്ടത്. അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നുമില്ലെങ്കിൽ തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു മൺചിരാതെടുക്കുക, അതിൽ കുറച്ച് നെയ്യൊഴിച്ച് ഒരു തിരിയിട്ട് കത്തിച്ചതിന് ശേഷം അമ്മയുടെ ഈ മന്ത്രം പ്രാർത്ഥിച്ചു തുടങ്ങാവുന്നതാണ്. ആദ്യം തന്നെ അമ്മയോട് പറയുക, അമ്മയോട് കേണപേക്ഷിക്കുക, ഇത്ര ദിവസത്തിനകത്ത് കാര്യം സാധിച്ചു തരണമേ അമ്മേ മഹാമായേ എന്ന്. ദേവി എന്നാൽ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും തൻ്റെ മഹാഭക്തർക്ക് സാധിച്ചു കൊടുക്കുന്ന മഹാശക്തിയാണ്. പെട്ടെന്ന് തന്നെ അമ്മ ഫലം നൽകുന്നതാണ്. എത്ര ദിവസത്തിനുള്ളിൽ കാര്യം സാധിക്കണം എന്ന് ഒരു സമയക്രമം
ഉണ്ടല്ലോ, അത് അമ്മയോട് പറയുക. അമ്മേ, എനിക്ക് ഇത്ര ദിവസത്തിനകത്താണ് ഈ കാര്യം സാധിക്കേണ്ടത്, അമ്മ എനിക്ക് സാധിച്ചു തരണമെന്ന് അപേക്ഷിക്കുക. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും തന്നെ അമ്മയോട് അപേക്ഷിക്കാൻ പാടില്ല. ഇത്രയ്ക്കും ഇമ്പോർട്ടൻ്റായ, നമ്മളാൽ കഴിയാത്ത പല പല സാഹചര്യങ്ങളിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഒന്നും ചെയ്തിട്ടും നമ്മളാൽ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യം മാത്രമേ അമ്മയോട് പറയാൻ പാടുള്ളൂ. കാര്യം സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് അത് ആവശ്യമാണ് എന്ന് അമ്മയ്ക്ക് ബോധ്യപ്പെട്ടാൽ അമ്മ അത് കൃത്യമായും നടത്തി തരുന്നതാണ്. പിന്നെ രാത്രി 7 മണി മുതൽ 12 മണി വരെ ഉള്ള സമയത്തിന് ചൊല്ലാൻ സാധിക്കാത്തവർക്ക് അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ചൊല്ലാവുന്നതാണ്. ഇതിൽ കൗണ്ടിങ് എന്നത് ഒരു പ്രധാന ഘടകമാണ്. ദിവസ പ്രാർത്ഥനയും വയ്ക്കാവുന്നതാണ്. കൗണ്ടിങ് എന്നത് 21 തവണയോ 41 തവണയോ 48 തവണയോ അതല്ല 108 തവണയോ അതുമല്ല 1008 തവണ വേണമെങ്കിലും വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രാർത്ഥന 21 ദിവസമോ 11 ദിവസമോ 41 ദിവസമോ അങ്ങനെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ കൗണ്ടിങ് ഇപ്പോൾ 21 തവണ കൗണ്ടിങ് വെച്ചാൽ 1-2 തവണ ചൊല്ലിയിട്ട് നിർത്തിയാൽ അതിൽ പ്രയോജനമുണ്ടാകുന്നതല്ല. ഓരോ മന്ത്രത്തിനും ഓരോ കൗണ്ടിങ് ഉണ്ട്. അത് കൃത്യമായും ചൊല്ലിയാൽ മാത്രമേ ഫലസിദ്ധി ഉണ്ടാവുകയുള്ളൂ. എനിക്ക് ചൊല്ലാൻ പറ്റില്ല, നീണ്ടുപോകുന്നു, അതുകൊണ്ട് എനിക്ക് ചൊല്ലാൻ പറ്റില്ല, ഞാൻ 2 തവണ അല്ലെങ്കിൽ 1 തവണയെ ചൊല്ലുള്ളൂ, ദേവി വന്നിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരണമെന്ന മെൻറ്റാലിറ്റിയിൽ ആരും ചെയ്യണ്ട. എന്നാൽ അത് സാധിക്കുന്നതല്ല. ദേവിക്ക് കൂടെ തോന്നണം, നമ്മൾ കഷ്ടപ്പെടണം. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ മന്ത്രവും ചൊല്ലി നമ്മൾ ദേവിയിൽ അകമൊഴിഞ്ഞ് വിശ്വസിക്കണം. ചുമ്മാ വന്നിരുന്ന് 1 തവണ മന്ത്രം ചൊല്ലി, മന്ത്രം ഒരുപാട് ദീർഘമാണ് അതുകൊണ്ട് എനിക്ക് ചൊല്ലാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് പോയാൽ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതിൽ ഞാൻ ഒരു കൗണ്ട് വെച്ച് മന്ത്രം ചൊല്ലാൻ സാധിക്കാത്ത പലരും ഉണ്ട്. അവർക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഓരോ കൗണ്ട് വെച്ച് മന്ത്രം ചൊല്ലുന്നത്. അത് സാധിക്കുമെന്നുള്ളവർ കേൾക്കുക, അല്ലാത്തവർ വിടുക. നിങ്ങളുടെ ആവശ്യം ജെനുവിനാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ മാത്രം കേൾക്കുക, അത് ചെയ്യുക. ദേവിക്കും കൂടെ തോന്നണം, നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ജെനുവിനിറ്റി ദേവിക്കും കൂടെ തോന്നണം. പിന്നെ സ്ത്രീകൾ പീരീഡ്സ് ടൈമിൽ ഈ മന്ത്രം ചൊല്ലാൻ പാടില്ല. അതുപോലെ തന്നെ പുലവാലായ്മയുള്ളപ്പോഴും നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടും ഈ മന്ത്രം ചൊല്ലാൻ പാടുള്ളതല്ല. ഓരോ വീഡിയോയിലും ഞാൻ എടുത്ത് പറയുന്നുണ്ട്, പക്ഷേ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. 21 തവണ അല്ലെങ്കിൽ 48 തവണ ഈ മന്ത്രം ചൊല്ലേണ്ടതാണ്. കുറഞ്ഞത് 21 തവണയെങ്കിലും ഈ മന്ത്രം ചൊല്ലണം. അമ്മയുടെ അതിവിശിഷ്ടമായ കുർമ്മവരാഹി മന്ത്രം ഇതാണ്. ഓം കശ്യപശായ വിദ്മഹേ മഹാബലായ ധീമഹേ തന്നോ കൂർമ്മ പ്രചോദയാത്. 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 ഓം
കശ്യപശായ വിദ്മഹേ മഹാബലായ ധീമഹി തന്നോ കൂർമ്മ പ്രചോദയാത്. ഓം കശ്യപശായ വിദ്മഹേ മഹാബലായ ധീമഹി തന്നോ കൂർമ്മ പ്രചോദയാത്. ഓം കശ്യപശായ വിദ്മഹേ മഹാബലായ ധീമഹി തന്നോ കൂർമ്മ പ്രചോദയാത്. ഓം കശ്യപശായ വിദ്മഹേ മഹാബലായ ധീമഹി തന്നോ കൂർമ്മ പ്രചോദയാത്. ഓം കശ്യപശായ വിദ്മഹേ മഹാബലായ ധീമഹി തന്നോ കൂർമ്മ പ്രചോദയാത്. ഓം കശ്യപശായ വിദ്മഹേ മഹാബലായ ധീമഹി തന്നോ കൂർമ്മ പ്രചോദയാത്. ഓം കശ്യപശായ വിദ്മഹേ മഹാബലായ ധീമഹി തന്നോ കൂർമ്മ പ്രചോദയാത്. ഓം കശ്യപശായ വിദ്മഹേ മഹാബലായ ധീമഹി തന്നോ കൂർമ്മ പ്രചോദയാത്. ഓം കശ്യപശായ വിദ്മഹേ മഹാബലായ ധീമഹി തന്നോ കൂർമ്മ പ്രചോദയാത്. ഓം കശ്യപശായ വിദ്മഹേ മഹാബലായ ധീമഹി തന്നോ കൂർമ്മ പ്രചോദയാത്. മന്ത്രം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും അമ്മയോട് ഒന്നുകൂടി പ്രാർത്ഥിക്കുക. ഇതാണ് അമ്മേ എൻ്റെ ആഗ്രഹം, അമ്മ അത് ഈ സമയത്തിനുള്ളിൽ നടത്തിത്തരണമേ മഹാമായേ എന്ന് മനസ്സുരുകി അമ്മയോട് പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞ രീതിയിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക. അമ്മ തീർച്ചയായും നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിത്തരുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.